സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് ബ്ലീച്ചർ പറഞ്ഞ ജാപ്പനീസ് ആർമി ടി വി സീരീസിൻ്റെ സീസൺ 3 56-ാമത്തെയും സീസൺ 3 അവസാനത്തെ എപ്പിസോഡാണ്. സോ സീസൺ 3 എപ്പിസോഡ്സ് എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇനി ബ്ലീച്ചിൻ്റെ സീസൺ 4 ചെയ്യണോ വേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ചാനലാണ്. സോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഓവർ റേറ്റഡ് ആക്കി തരിക. സോ ഞാൻ നിങ്ങളെ പറഞ്ഞു വിശ്വസിക്കുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇതിനെ കാണിക്കുന്നത് കമാൻഡർ യാമ ഫൈനലി ഫൈറ്റിന് വേണ്ടി റെഡി ആകുന്നു. അങ്ങനെ അങ്ങേറെ സ്പിരിച്വൽ എനർജി അവിടെ റിലീസ് ചെയ്യുകയാണ്. അതുമാത്രമല്ല തൻ്റെ സംബന്ധുവിൻ്റെ ഫസ്റ്റ് ഫോം റിലീസ് ചെയ്ത് ഫൈറ്റിന് വേണ്ടി റെഡി ആയിട്ട് വരികയാണ്. അങ്ങനെ സംബന്ധുവിൻ്റെ ഫസ്റ്റ് ഫോം തന്നെ ഒരുപാടധികം പവർഫുൾ ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. സോ ഇത് കണ്ട് രണ്ട് ക്യാപ്റ്റൻസും സീരിയസ് ആയിട്ട് ഫൈറ്റിന് വേണ്ടി റെഡി ആവുകയാണ്. കമാൻഡർ യാമയുടെ ഫുൾ പവർ റിലീസ് ചെയ്താൽ ഈ സോൾ സൊസൈറ്റി തന്നെ ഡിസ്ട്രോയ് ആയി പോകും. അതുമാത്രമല്ല അങ്ങേറെ സംഘത്തെ യൂസ് ചെയ്ത് സോൾ സൊസൈറ്റി സിമ്പിളായിട്ട് തന്നെ ഡിസ്ട്രോയ് ചെയ്യാം. അത്രയ്ക്ക് പവർഫുൾ ആണ്. വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കമാൻഡർ യാമയുടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ആ രണ്ട് ക്യാപ്റ്റൻസും അവരുടെ സമ്പത്ത് റിലീസ് ചെയ്യുകയാണ്. സോൾ സൊസൈറ്റിയിലെ തന്നെ ഇവർ രണ്ടുപേരുമാണ് ഡുവൽ സമ്പത്ത് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ അവർ രണ്ടുപേരും ഡുവൽ സമ്പത്ത് റിലീസ് ചെയ്യുകയാണ്. സോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കി ആണെങ്കിൽ തൻ്റെ ഓപ്പോണൻസിനെ എല്ലാവരെയും ഡിഫീറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ്. സോ രണ്ട് ക്യാപ്റ്റൻ സെറാക്കി ഒറ്റയ്ക്ക് നിന്ന് ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. ഫൈറ്റ് അത്രയ്ക്ക് ഫണ്ണൊന്നും ഇല്ലായിരുന്നു, വളരെയധികം ബോറിംഗ് ആയിരുന്നു. അയ്യോ റൂക്കിയുടെ അടുത്ത് ഞാൻ എങ്ങനെ പോകും, എനിക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ക്യാപ്റ്റൻ സെറാക്കിയുടെ അടുത്തേക്ക് നമ്മുടെ ചീക്ക വരുന്നത്. നമ്മുടെ ചീക്കനെ കണ്ടുടനെ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ക്യാപ്റ്റൻ സെറാക്കിക്ക് മനസ്സിലാവുകയാണ്. ഇവളെന്തുവാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്നു. നമ്മുടെ ചീക്കാണെങ്കിൽ എന്തോ ഒരു വിയർഡായിട്ടുള്ള രീതിയിൽ വളരെയധികം സന്തോഷത്തിൽ നിൽക്കുകയാണ്. സോ നമ്മുടെ ചീക്ക സെറാക്കിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ ഫൈനലി ഒരു വലിയ ലൂട്ടനൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ജയിച്ചിരിക്കുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്യാപ്റ്റൻ സെറാക്കി ഞാൻ ഫൈറ്റിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വിയർഡായിട്ടുള്ള രീതിയിൽ ഡാൻസ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് സോൾ സൊസൈറ്റിൻ്റെ വെളിയിലുള്ള വില്ലേജിൽ നമ്മുടെ ജിഡാംബോ ഇരിക്കുന്നതാണ്. സോ ഈ ജിഡാംബോൻ്റെ മുറിവുകളൊക്കെ മാറി ഇപ്പോൾ ജിഡാംബോ എഴുന്നേറ്റിപ്പുണ്ട്. സോ അവിടെ വന്ന് കുറച്ച് വില്ലേജസ് പറയുകയാണ് നമ്മുടെ ജിഡാംബോനെ ഗിന്നിച്ചിമാർ വന്ന് ആക്രമിക്കുന്നതും അതുപോലെ തന്നെ നിന്റെ മുറിവുകളൊക്കെ ഒരുഹിമിയും അതുപോലെ ഇച്ചിഗോയൊക്കെ വന്ന് സഹായിച്ചിട്ടാണ് മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇച്ചിഗോയും ഗാങ്ങും എന്തി അവർ സോൾ സൊസൈറ്റിയിൽ കയറിയോ, എന്തിനു വേണ്ടിയാണ് അവൾ സോൾ സൊസൈറ്റി കയറാൻ വേണ്ടി പാടുപെടുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ വില്ലേജസ് പറയുകയാണ് ഇച്ചിഗോയും അതുപോലെ ബാക്കിയുള്ളവരും ഇപ്പോൾ സോൾ സൊസൈറ്റിയിൽ കയറിയിട്ടുണ്ട്. സോ ഒരു മാസം ആവാറായി അവർ സോൾ സൊസൈറ്റിയിലേക്ക് കയറിയിട്ടെന്ന് അവിടെയുള്ള വില്ലേജസ് പറയുന്നു. സോ ഇതേ സമയം തന്നെയായിരുന്നു ഖുഷിബു അങ്ങോട്ട് വരുന്നത്. സോ വന്നുടനെ തന്നെ നമ്മുടെ ജിഡാംബോൻ്റെ അടുത്തൊരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. ജിഡാംബോ നീ എൻ്റെ കൂടെ സോൾ സൊസൈറ്റിയിലേക്ക് വരുന്നു, ഇച്ചിഗോനെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയൊക്കെ സോൾ സൊസൈറ്റിയിലേക്ക് അയച്ചത് ഞാനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ എൻ്റെ ബ്രദറായിട്ടുള്ള ഗാച്ചോനെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അവിടെ പോയിട്ട് അവനെ ഒന്ന് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ നീയും എൻ്റെ കൂടെ വരുന്നോ ജിഡാംബോ എന്ന് ചോദിക്കുന്നു. സോ ഇത് കേട്ട ജിഡാംബോയ്ക്ക് സന്തോഷം വന്നിട്ട് ആ ഡീൽ അക്സെപ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഫോർച്ചിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ സൈഫോണും അതുപോലെ യൊറീച്ചിനെയുമാണ്. സോ അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ യൊറീച്ചി സൈഫോണിനോട് പറയുകയാണ്, എടി കൊച്ചേ നീ ഇപ്പോഴും പണ്ടത്തെ ആ കൊച്ച് തന്നെയാണ്, എന്നാൽ ഇപ്പം നിനക്ക് കുറച്ച് പവറൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ആ പവർ എന്നെ തോൽപ്പിക്കാൻ അത്രയൊന്നും ഇല്ല എന്ന് നമ്മുടെ യൊറീച്ചി അവളോട് പറയുകയാണ്. നമ്മുടെ യൊറീച്ചിയും അതുപോലെ തന്നെ സുയിഫോണും പണ്ട് തൊട്ടേ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ അറിയായിരുന്നു. സോ ഇതേ സമയം തന്നെ നമ്മുടെ സുയിഫോൺ യൊറീച്ചിനോട് ചോദിക്കുന്നു, യൊറീച്ചി നീ എന്തിനു വേണ്ടിയാണ് സോൾ സൊസൈറ്റി ബിട്രേ ചെയ്തത്? എന്താ നിനക്ക് ഉത്തരമില്ലേ? ഇപ്പം നീ തിരിച്ചു വന്നിരിക്കുന്നു, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ ക്യാപ്ചർ ചെയ്തിരിക്കും യൊറീച്ചി. ഇതേ സമയം തന്നെ അവളുടെ സ്ക്വാഡ് മെമ്പേഴ്സിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. സ്ക്വാഡ് മെമ്പേഴ്സ് വന്നിട്ട് യൊറീച്ചിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ യൊറീച്ചി അവളുടെ സ്പിരിച്വൽ പ്രഷർ റിലീസ് ചെയ്തിട്ട് അവർക്കൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാക്കുകയാണ്. സോ ഇത് കണ്ടുകൊണ്ടിരുന്ന സുയി ഫോണിന് പോലും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സോ നമ്മുടെ യൊറീച്ചി വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ യൊറീച്ചിക്ക് എങ്ങനെയാണ് ഒരു ഫൈറ്റ് ചെയ്തതെന്നൊക്കെ നല്ല രീതിയിൽ തന്നെ അറിയാം. സോ അങ്ങനെ അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ യൊറീച്ചിയുടെ ദേഹത്ത് ഒരു ഇഞ്ചറി നമ്മുടെ സൈഫോൺ ഉണ്ടാക്കുന്നത്. കണ്ടുടനെ നമ്മുടെ യൊറീച്ചിക്ക് ഞെട്ടുകയാണ്.
ഞെട്ടുകയാണ്. കാരണം തൻ്റെ സബോർഡിനേറ്റ് ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള കാര്യം തനിക്ക് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് തന്നെയായിരുന്നു സൈഫോൺ യൊറീച്ചയുടെ പുറകിൽ വരുന്നത്. അത് വളരെയധികം സ്പീഡിലായിരുന്നു. നമ്മുടെ യൊറീച്ചയ്ക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് സ്പീഡിൽ. എന്നിട്ട് അവളുടെ സമ്പത്തു എന്തോ ഒരു തരത്തിലുള്ള ഒരു വെപ്പൺ പോലെ ആക്കി മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ യൊറീച്ചിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ യൊറീച്ചിയുടെ ഡ്രസ്സിൽ എന്തോ ഒരു ബ്ലാക്ക് ബട്ടർഫ്ലൈ പോലത്തെ ഒരു സാധനം വരികയാണ്. സോ ഇത് നമ്മുടെ സൈഫോൺ കാണുന്നുമുണ്ട്. യൊറീച്ചി, നിനക്കൊരു കാര്യം അറിയാമോ? എൻ്റെ സമ്പത്തു കുറച്ച് സ്പെഷ്യലാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സമ്പത്ത് വെച്ച് ആദ്യം ആരെങ്കിലും ആക്രമിക്കുന്ന സമയത്ത് അവർക്കൊന്നും പറ്റത്തില്ല. പക്ഷെ അവരുടെ ദേഹത്ത് ഒരു മാർക്ക് വരും. സോ അതാണ് അവരുടെ ഡെത്ത് മാർക്ക്. സോ രണ്ടാമത് ആക്രമിക്കുന്ന സമയത്ത് ഞാൻ ഡെത്ത് മാർക്കിൽ ആക്രമിക്കും, അതുപോലെ തന്നെ അവർ മരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈഫോൺ അവിടെ കിടന്ന് ചിരിക്കുകയാണ്. കേട്ടോണ്ട് തന്നെ നമ്മുടെ യൊറീച്ച് വളരെയധികം സീരിയസ് ആയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ യൊറീച്ചിയുടെ പുറകിൽ തന്നെ സൈഫോൺ വരുന്നുണ്ട്. സോ സൈഫോൺ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ യൊറീച്ചിയുടെ കൈയുടെ ഭാഗത്ത് വേറൊരു ഡെത്ത് മാർക്കും വരുന്നു. സോ ഇതും നമ്മുടെ സൈഫോൺ കാണുന്നുണ്ട്. അങ്ങനെ ഫോളോ ചെയ്ത് നമ്മുടെ സൈഫോൺ യൊറീച്ചിയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഹേ യൊറീച്ചി, ഞാൻ ആ പണ്ടത്തെ കൊച്ചൊന്നുമല്ല. എനിക്കിപ്പം നിന്നെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വളരെയധികം കേപ്പബിൾ ആണെന്ന് പറഞ്ഞിട്ട് അവൾ എന്തോ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി റെഡിയാകുന്നു. സോ ഇത് കേട്ട നമ്മുടെ യൊറീച്ചി പറയുകയാണ്, ഹേ സൈഫോൺ, നീ ഇപ്പോൾ ഒരു പവർഫുൾ ആണ്. പക്ഷേ നീ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നീ എന്നെ ഡിഫീറ്റ് ചെയ്യാൻ അത്ര കേപ്പബിൾ ആയെന്ന്. അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് അവിടെ യൂസ് ചെയ്യുകയാണ്. ടെക്നിക്കിൻ്റെ പേര് ഷുൻകു എന്നാണ്. സോ ഗൈസ്, നമ്മുടെ ലൈറ്റ്നിങ് സ്പിരിച്വൽ എനർജിയാണ് ഇപ്പോൾ യൊറീച്ചിയുടെ ശരീരത്തിൽ നിന്ന് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് കണ്ടുടനെ തന്നെ നമ്മുടെ സൈഫോണിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴും യൊറീച്ചി വളരെയധികം പവർഫുൾ ആണെന്നുള്ള ഒരു കാര്യം അവൾക്ക് മനസ്സിലാവുകയാണ്. സോ അങ്ങനെ നമ്മുടെ യൊറീച്ചി അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ യൊറീച്ചി ഫുൾ ഫോഴ്സ് എടുത്തിട്ട് ഒരു അറ്റാക്ക് സൈഫോൺ നേരെ വിടുകയാണ്. ഒരു വലിയ പൊട്ടിത്തെറി തന്നെ കാണാം. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 3 46ാമത്തെ എപ്പിസോഡും അവസാനത്തെ എപ്പിസോഡും അവസാനിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. നമ്മുടെ സോൾ സൊസൈറ്റിയിൽ ഇപ്പോൾ മുഴുവനായിട്ട് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങൾ. സോ ഗൈസ്, നിങ്ങൾ ആരും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബാക്കി വേഴ്സസ് ഇച്ചിഗോ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത എപ്പിസോഡിനെങ്കിലും അത് കാണാൻ പറ്റുമോ നമുക്ക് വിചാരിക്കാം. സോ ഗൈസ്, നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. സോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.